ശാന്തേ, ആരാ ഈ വേസ്റ്റ് ഒക്കെ ഇവിടെ കൊണ്ടിട്ടത്? ഇതെന്താ ഇത്? ഈ ചെരുപ്പൊക്കെ എവിടുന്നാ? മതിയാരിക്ക് കതുക് തുറന്നോ? നിന്റെ വീട്ടിലിടുന്ന കക്കൂസപ്പം ഇടുന്ന ചെരുപ്പൊക്കെയാ ഞങ്ങളെ മുറ്റത്തുള്ളത്. എന്താടി ശുഭേ നിനക്ക്? നിന്റെ വീട്ടിലെ ചെരുപ്പ് ഞങ്ങളുടെ മുറ്റത്തിട്ടിട്ട് നിങ്ങളുടെ ചെരുപ്പ് ഞങ്ങളുടെതാണെന്ന് പറയുന്നോ? അതൊക്കെ എവിടുത്തെ ന്യായോ? പിന്നെ ഇതുപോലത്തെ വൃത്തികെട്ട ചെരുപ്പ് എവിടുന്ന് വരുന്നതാ? എന്റെ പൊന്നു ശുഭേ, ഈ ശാന്ത ജനിച്ചിട്ട് മറ്റുള്ളവരെ തോട്ടത്തിൽ ഒന്നും കൊണ്ട് ഇട്ടിട്ടില്ല. വേണമെങ്കിൽ എന്റെ കുഞ്ഞു ചെറുപ്പത്തിലായിട്ട് മുള്ളി പോയിട്ടുണ്ടാകും. അതല്ലാതെ നിനക്ക് എന്ത് കണക്ക് ഇവിടെ പറയാനുള്ളത്? എല്ലാ വല്ല നായോ പൂച്ചയോ കടിച്ചിട്ട് ചെരുപ്പൊക്കെ ഞങ്ങളുടെ തലേ കൊണ്ടിടുന്നോ? എന്താ ഇത്? നിങ്ങളൊന്ന് നിർത്തുവോ? ഇതിപ്പോ രാവിലെ അലാറത്തിന്റെ കാട്ടുമുന്നേ നിങ്ങളുടെ അടി കേട്ടിട്ട് എണീക്കുന്നേ. അതിന് നീ ഏതാ പെൺകോന്താ? നീ ഇവളുടെ സാരി തുമ്പല്ലേ? എന്റെ കെട്ടിയവനെ പെൺകോന്നൊന്ന് വിളിക്കാൻ നിനക്ക് എന്ത് ധൈര്യമുള്ളത്? എടി, നിന്റെ വീട്ടിലെ പാത്രം കഴുകുന്നതാരാ? ഫുഡ് ഉണ്ടാക്കുന്നതാരാ? നിന്റെ വീട്ടിൽ കണ്ട പരിപാടികളൊക്കെ ചെയ്തതാരാ? നിന്റെ ഭർത്താവ്. അങ്ങനെ പോയി വിളിക്കും പെൺകോന്താന്ന്. അതാ ശരിക്കും സാരത്തുമ്പ്. എടി ശുഭേ, ഈ പഞ്ചസാര എവിടെ വെച്ചത്? ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കറക്റ്റ് സമയം എത്തിക്കോളും മണ്ണുണ്ണി. പെൺകോന്തൻ ആരത് നമ്മള് കണ്ടു. ഇനി പോയിക്കോ ചമ്മി. പിന്നെ പോകുമ്പോ ഈ ചെരുപ്പ് അങ്ങ് എടുത്തിട്ട് പോയിക്കോ, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ട് ചാടിക്കോ. ഞങ്ങൾക്ക് ഇതുപോലെ ചെരുപ്പിട്ട് നടക്കുന്ന പരിപാടിയൊന്നും ഇല്ല. എടി, എന്റെതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേടി, നിന്റെതാ. ഈ വീട്ടിൽ മാത്രം രാവിലെ ആകുമ്പോ ഇങ്ങനെ അലാറം പോലെ ശബ്ദം. എന്റെ സോഫ. എരണം കേട്ടവളെ, നീ എണീക്കുന്നില്ലേ? പിന്നെ കിടക്കണോ? മമ്മി എന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ച പ്ലീസ്. ഈ പെണ്ണ് എണീക്കുന്നില്ലേ? എന്റെ അമ്മ, ഇതെന്തിനാ ഈ പാത്രമൊക്കെ കൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്നേ? രാവിലെ തന്നെ ചെവി അടുപ്പിക്കാനായിട്ട്. നിനക്കിന്ന് ക്ലാസ്സിൽ പോകാനുണ്ടോ ഇല്ലയോ? ക്ലാസ്സിൽ പോകാനില്ലേ? സമയം കുറയായി, എണീച്ച്. ഒരു 10 മിനിറ്റും കൂടെ, ഒറ്റ 10 മിനിറ്റ്. അല്ലേ, ഇവൾമാർക്കൊക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്നത് അപ്പൊ ഇതിനാണോ? എടി മോളെ, നീയൊക്കെ പഠിച്ച് വലിയ നിലയിലെത്തിയിട്ട് ഞങ്ങളൊക്കെ നോക്കണം. അല്ലാതെ നിനക്കൊക്കെ വേണ്ടിയിട്ട് ഈ പുലർച്ചെ തന്നെ എണീച്ച് കുളിച്ച് കിച്ചണിൽ കയറ്റിയിട്ട് നിനക്കും നിന്റെ തന്തക്കും വേണ്ടിയുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി ഇവിടെ വെക്കുന്നില്ലേ? അത് തന്നെ വലിയൊരു കാര്യം. അപ്പൊ നീ എന്നോട് ഇങ്ങനെയാണോ പറഞ്ഞത്? നിനക്ക് അത്രക്കും എണീക്കാൻ വയ്യേ? മതിയായിരിക്കും, എണീച്ച് പോയിക്കോ. നീ എന്നോട് 5 മിനിറ്റിന് വിളിക്കാൻ പറഞ്ഞു, ഞാൻ 5 മിനിറ്റിന് എന്നെ വിളിച്ചു. അതാണ് അത്രത്. പോയി കുളിക്കടി. എനിക്കിനി 10 മാസം ചുമതതും കൂടി കേൾക്കാനുള്ള ശേഷിയില്ല. ഓഹോ, അങ്ങനെയാണല്ലേ? നിന്നൊക്കെ 10 മാസം ചുമന്ന് പെറ്റിട്ടുണ്ടെങ്കിലേ അതിന്റെ വേദന എനിക്ക് മാത്രമേ അറിയൂ. നീയൊക്കെ ഒരു അമ്മയാണ്, അന്നേരം നിനക്ക് ഇതൊക്കെ തിരിയുള്ളൂ. എന്റെ പൊന്നമ്മ, ഞാൻ പോവാ. നിങ്ങൾ ഇമാതിരി ഡയലോഗ് ഒന്നും അളക്കല്ലേ രാവിലെ തന്നെ. ഹലോ ഏട്ടാ, വരുന്ന കഴിക്കാൻ രണ്ട് പാക്ക് പാല് വാങ്ങിക്കണം. വേണം. പിന്നെ ചായ വെക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കിടന്ന് കറക്കണം. മതിയായിരിക്കും, വാങ്ങിക്കൊണ്ടെന്നോ? മാസം ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എവിടെ പോകുന്നതാ? എൻ്റെ വീട്ടിലാണോ പോകുന്നത്? നിങ്ങളുടെ മക്കൾക്കല്ലേ നിങ്ങൾ ഈ ഓർഡർ ചെയ്തൊക്കെ കൊടുക്കുന്നത്? ഇങ്ങനെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് ജങ്ക് ഫുഡ് തീറ്റിക്കുന്നതൊക്കെ നിർത്തിയാൽ തന്നെ നല്ല രീതിക്ക് കുടുംബം മുന്നോട്ട് പോകും. ഒരു മാസം തന്നെ ലക്ഷങ്ങളാണ് ചിലവാകുന്നത്, ലക്ഷങ്ങൾ. ഇവന്മാരിക്കൊക്കെ മന്തി വേണം, ഷവർമ വേണം, പുതിയതെന്തെല്ലാം ഇറങ്ങിയല്ലോ. ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ച് കുറച്ച് ഇറച്ചിയും കുറച്ച് എന്തൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ തിന്നിട്ടാ മക്കൾ ഇങ്ങനെ ആവുന്നത്. അമ്മനെ അച്ഛനെ ബഹുമാനിക്കുന്നില്ലല്ലോ. പടച്ച തമ്പുരാനെ, ഇനി ഇത് എന്നാണാവോ നിക്ക? എന്താ, നീ കോളേജിൽ പോവാണോ ഒന്നും കഴിക്കാണ്ട്? അത് പിന്നെ അമ്മേ, വിശക്കുന്നില്ല. ഇന്നലെയല്ലേ ഒരു മന്തി കഴിച്ചത്, അപ്പൊ വിശപ്പ് വരുന്നില്ല. അമ്മക്ക് മനസ്സിലായിടി, അത് തന്നെയാണ് അമ്മക്ക് മനസ്സിലായി. ഈ മന്തിയും ചന്തിയും ഒക്കെ കഴിച്ചിട്ടാണ് നിനക്ക് വിശക്കാത്തതെന്നും വീട്ടിൽ ഞാൻ രാവിലെ എണീച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം നിന്റെ വായക്കകത്തോട്ട് ഇറങ്ങാത്തതെന്നും. ഇനി നീ ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിലേ മോളെ, ഞാൻ ഭക്ഷണം നിന്റെ വായിൽ കോലിട്ട് കുത്തും. പറഞ്ഞില്ല വേണ്ട, മതിയായിരിക്കും, അവിടെ പോയിരുന്ന് കഴിച്ചോ. മന്തി വാങ്ങിയിട്ട് അമ്മ കഴിച്ചില്ലേ? ഞങ്ങൾ മാത്രമാണോ കഴിച്ചത്? മന്തി വാങ്ങിയാലേ ഇറച്ചി അമ്മക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടല്ലേ അമ്മ അടി ചെയ്യാറ് എപ്പോഴും അച്ഛൻ്റെ അടുത്ത്. എന്നിട്ട് അച്ഛനക്ക് കൊടുക്കാറുണ്ടോ ചിക്കന്? അമ്മ പറഞ്ഞിട്ട് അച്ഛൻ്റെ ചിക്കനും കൂടി അമ്മയാ കഴിക്കാറ്. എന്നിട്ട് രാവിലെ വന്ന് ഇളക്കുക. ആകെ ഒരു മോളല്ലേന്ന് വെച്ചിട്ട് താഴയിൽ വെക്കാറില്ല, തലയിൽ വെക്കാറുമില്ല. താഴെ വെച്ചാൽ ഉറുമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ കാക്ക കൊത്തും എന്ന് വിചാരിച്ചിട്ടേ
പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാനാ, നടുവില് വെച്ച് വളർത്തിയിട്ടാ, അല്ല ഒക്കത്ത് വെച്ച് വളർത്തിയിട്ടാ ഇപ്പം ഇങ്ങനെ അമ്മനോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. കുഴപ്പമില്ല, അമ്മക്കിന് ചിക്കൻ വേണ്ട, ഒന്നും വേണ്ട, അമ്മ പച്ചച്ചോറ് തിന്നോണ്ട് മോള് പോയിക്കോ. എന്റെ ശുഭാമേ, എനിക്ക് നിങ്ങളുടെ ഡയലോഗ് കേൾക്കാനൊന്നും വയ്യ. എന്താ കഴിക്കാനുള്ളത് വെച്ചാൽ എടുത്തോ, ഞാൻ കഴിച്ചോണ്ട്. മോനെ ആഷിക്ക്, പോകുന്നതൊക്കെ കൊള്ളാം. ആ കൊച്ചുണ്ടല്ലോ, അവള് പഠിക്കാനൊക്കെ നല്ല പുറകോട്ടാ. ആര്? നമ്മുടെ അയൽക്കാര്. അവളെ കാട്ടി നല്ലപോലെ മുന്നിട്ട് നീയുണ്ട്. അത് തന്നെ എപ്പോഴും കീപ്പ് ചെയ്യണം കേട്ടല്ലോ. അവളെ വെട്ടിച്ച് തന്നെ പഠിക്കണം കേട്ടോ. എന്റെ പൊന്നമ്മേ, അവരുടെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യം എന്തുവാ? നമ്മൾ നമ്മുടെ കാര്യം നോക്കാം, അവരവരെ കാര്യം നോക്കാം, അത് അത്രേ ഉള്ളൂ. എന്നാ ഞാൻ കോളേജിലോട്ട് പോവാ. എടി, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? എന്നതാ ഇനി പുതിയ കാര്യം? എടി, നമ്മുടെ സീനിയർ ചേട്ടനില്ലേ, ഏത് ആ രാഹുല്, അയാൾക്ക് എന്നോട് എന്തോ ഒരു ഇളക്കമുണ്ട്. ഞാൻ കുറേയായി ശ്രദ്ധിക്കുന്നു. എന്റെ അടുത്ത് വരുമ്പോ അയാളുടെ മുഖം ഭാവമൊക്കെ അങ്ങ് മാറുക. ഇന്നലെ പറഞ്ഞു രാഹുലിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നോക്കിയെന്ന്. ഇതിനു മുന്നേ ബസ് കണ്ടക്ടർ ആയിരുന്നു. അതിന്റെ മുമ്പ് ഏതോ ഒരു വയസ്സ് നോക്കിയെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതെന്താ രാഹുലോ? ആ കൊള്ളാം, എല്ലാരും നോക്കി. ഉറപ്പാ നിന്നോട് എല്ലാവർക്കും പ്രേമ, സമ്മതിച്ചു. കുറച്ചധികം സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചിട്ട് അതൊക്കെ എന്റെ കുറ്റാണോ? എടി, നമ്മുടെ ആഷിക്കില്ലേ, ഏത് ഇവളുടെ നൈബർ, അവൻ എന്നെ ഫോളോ ആക്കിയടി ഇൻസ്റ്റയില്. എന്റെ നൈബർ ആഷിക്കോ? ഏയ്, അവൻ അവനെ ഫോളോ ആക്കുന്നതല്ലോ. അവന് കോഴിയൊന്നുമല്ല. നിന്നെ ഫോളോ ആക്കിയോ അവൻ? അന്ന് അതിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. മേ ബി അവന് തന്നെ ഇഷ്ടമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ആ വീട്ടിൽ ചെന്ന് കയറി കൊടുക്കുന്ന പെണ്ണിന്റെ എന്താ പറയാ, ഭാഗ്യമാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഞാൻ തിരിച്ചു ആക്സെപ്റ്റ് എന്ന് വെച്ചിട്ട് വേറൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഫ്രണ്ട് ലിസ്റ്റിൽ അങ്ങനെ കിടക്കുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ എന്താ ഇത്ര ബഹളം? രാവിലെ വന്ന് കേറിയില്ല, അപ്പൊ തന്നെ എല്ലാം കൂടി കാറുക. അല്ല ഡി, എണീച്ച, എണി. ടീച്ചറേ, ഒന്ന് കേറിക്കോട്ടെ അകത്ത്. ആ കേറ്. പ്രിയ എണീക്ക്, നിന്നോടല്ല ഞാൻ എണീക്കാൻ പറഞ്ഞത്. എന്താ മിസ്സേ? ഇതെന്താ ഇത്? നീ സ്കൂളിൽ വരുന്നതിനല്ലേ, നീ പഠിക്കാൻ സ്കൂളിൽ വരുന്നതല്ലേ, പിന്നെ എന്തിനാ ഈ ലിപ്സ്റ്റിക് വാരി പൊത്തി ഇട്ടിട്ട് വന്നേക്കുന്നത്? ഇവിടെ എന്താ കല്യാണം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? ഫാഷൻ ഷോ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെ ലിപ്സ്റ്റിക് വാരി പൊത്തി ഇവിടെ വന്നിട്ടുള്ളത്? ഇവിടെ വേറൊരു കുട്ടികളുടെ ചുണ്ടിൽ ഞാൻ ഇത്രക്കാരൊന്നും ഞാൻ കാണുന്നില്ല. ഇത് ഒരുപാട് അത് കമത്തിയിട്ടുണ്ടല്ലോ. ക്ലാസ്സിൽ വരുന്നെന്ന് വരച്ചിട്ട് ഇതെന്താ? എനിക്ക് എന്റെ സ്വന്തമായിട്ടുള്ള ഇഷ്ടമൊക്കെ അതിന് വേണ്ടിട്ട് മാറ്റി വെക്കണോ? ഞാൻ എല്ലാവരും ഇടുന്ന പോലെ തന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളത്. ഓഹോ, നീ എന്നോട് തർക്കുത്തരം പറയാനായല്ലേ? ശരി, എന്നാ നീ നിന്റെ അമ്മേനെ വിളിച്ചിട്ട് ഇവിടെ കേറിയാ മതി. ഈ നിസാര കാര്യത്തിന് വീട്ടിലിരിക്കുന്ന എന്റെ അമ്മയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കണോ? അതെന്തിനാ? നിസാര കാര്യമോ? ഇതാണോ നിസാര കാര്യം? മതിയായിരിക്കും, ഇറങ്ങിക്കോ. എന്നിട്ട് സ്റ്റാഫ് റൂം പോയിട്ട് എന്റെ ഫോൺ എടുത്തിട്ട് നിന്റെ അമ്മനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ. അല്ലാതെ ഇതൊന്നും ഇവിടെ പുറപ്പിക്കുന്ന പരിപാടിയല്ല. പോയിക്കോ. എന്താ എന്റെ പൊന്നു മോളെ, ഇത് എത്രാമത്തെ പ്രാവശ്യം ഞാൻ അവിടെ കയറി ഇറങ്ങുന്നത്? നീ ഇങ്ങനെ ഓരോ വള്ളി പിടിച്ച് അമ്മന്റെ തലയിലോട്ട് ഇട്ട് തരല്ലേ. അമ്മക്ക് ഒറ്റയ്ക്ക് വരാൻ വയ്യ. നിന്റെ അച്ഛനെ വിടാന്ന് വെച്ചാൽ അതൊരു മണ്ണുണ്ണി ആയതുകൊണ്ട് അതൊട്ടും വരത്തില്ല. ശരി, ഞാൻ വരാം. ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ഞാൻ നോക്കട്ടെ. അല്ലാണ്ട് ഈ പെണ്ണുങ്ങൾക്ക് എന്നെ വല്ലാണ്ട് വിളിച്ച് ശല്യപ്പെടുത്തുന്ന ശീലമുണ്ട്. അതെന്താന്നും കൂടി അറിഞ്ഞിട്ട് ഞാൻ ഇന്ന് പോകുന്നുള്ളൂ. എന്റെ അച്ഛൻ പോലീസാ. ഇനി എന്നോട് നീ എന്തെങ്കിലും ഇങ്ങനെ പറയാൻ വന്നിട്ടുണ്ടെങ്കിലേ മോളെ, ഉറപ്പാ മോളെ, നീ പിന്നെ ഇവിടെ പഠിക്കത്തില്ല. നിന്റെ അച്ഛൻ പോലീസ് ആയിക്കോട്ടെ, ഇനി ഇപ്പൊ ഇവിടുത്തെ മന്ത്രിയാണെങ്കിലും ശരി, ഞാൻ പൈസ കൊടുത്ത് പഠിക്കുന്ന സ്ഥലത്ത് ഞാൻ പഠിക്കും. അതിന് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റത്തില്ല. നീ വേണേ കേസ് കൊടുക്കടി. നിനക്ക് നല്ല അഹങ്കാരമുണ്ട്, അതാ നീ ഇങ്ങനെ പറയുന്നത്. നിന്റെ അച്ഛൻ എന്താടി ജോലി? കൂലിപ്പണിയോ? നിന്റെ അച്ഛന് കൂലിപ്പണിയല്ലേ ജോലി? നിന്നൊക്കെ ഞാൻ എന്തുണ്ടാക്കാൻ വന്നടി? നിന്നൊക്കെ ഞാൻ എന്തുണ്ടാക്കാൻ വന്ന്? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ നിന്റെ അപ്പനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ കഴിയാൻ നോക്ക്. അവളുകൊണ്ട് അവളുടെ ഒരു പോലീസ് അപ്പനും. പിന്നെ എൻ്റെ അച്ഛന് കൂലിപ്പണിയൊന്നല്ല, എൻ്റെ അച്ഛന് നല്ല അമാന്യമായിട്ടുള്ളൊരു ജോലി ഉണ്ട്. പിന്നെ അതൊന്നും നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കണമെന്ന് എനിക്കൊരു താല്പര്യവുമില്ല. എന്നിട്ട് ആശിക്ക് പറയുന്ന കേട്ടല്ലോ നിന്റെ അച്ഛൻ അടുക്കള പണിയാണെന്ന്. കണ്ട നായിന്റെ മക്കളൊക്കെ പറയുന്ന കേട്ടിട്ട് നീ എൻ്റെ അടുത്ത് അതിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ട. അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയുടെ സാഴ്ത്തുമ്പ് അതാദ്യം നീ പോയി നോക്കടി. ഓരോ മലര് വന്നേക്കും. ഡോണ്ട് ടച്ച് മീ. എന്നെ തൊടരുത്. നിന്റെ ഈ ചളി പോലത്തെ കൈകൊണ്ട് നീ എന്നെ തൊടരുത് പ്ലീസ്. നിന്റെ അച്ഛൻ പോലീസ് ആണെങ്കിൽ എൻ്റെ അച്ഛൻ പട്ടാളവാ. നീ എന്താ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഉണ്ടാക്ക് കേട്ടോ.
നീ എന്നെ അടിച്ച് ഇവിടെ എന്താ ഇവിടെ അടിയോ? നീ എന്തിനാ ഇപ്പൊ ആ കുട്ടീനെ അടിച്ചത്? ഇത് പെണ്ണുമോളെ, ഞാനാണോ അടിച്ചത്? ഞാനാണോ? എന്റെ അടുത്ത് വന്നിട്ട് എന്റെ അച്ഛന് കൂലിപ്പണിയാണ്, എന്റെ അച്ഛന് അതാണ്, മാങ്ങ പറിക്കലാണോ അണ്ടി പറിക്കലാന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഇവളല്ലേ ഇളക്കാൻ വന്നത്? ഞാൻ അവളുടെ അടുത്ത് അങ്ങോട്ട് പോയി അടി ഉണ്ടാക്കാൻ പോയോ? പിന്നെ പൈസേന്റെ അഹങ്കാരമാണെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി, അത് എന്റെ അടുത്ത് അങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്റെ കൈ വെറുതെ നിൽക്കത്തൊന്നുമില്ല. നേരത്തെ നിന്റെ അമ്മനെ മാത്രം വിളിക്കണമെന്നാണല്ലോ പറഞ്ഞത്. ഇനി നിന്റെ അച്ഛനും കൂടി വരട്ടെ. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് നിന്റെ അച്ഛനോട് പറയുന്നുണ്ട് മകളുടെ തോന്നസൊക്കെ. അല്ല, എന്തായി കാണിക്കുന്നത്? ലിപ്സ്റ്റിക് ഇട്ട് സ്കൂളിലോട്ട് വരിക, ക്ലാസ് കൂടെ പഠിക്കുന്ന കുട്ടീനെ അടിക്കുക. കോളേജിൽ എന്താ നീ ഗുണ്ടയാണോ? ഗുണ്ട? പ്രിയേ വാ, നമുക്ക് പോകാം, പ്രശ്നം കൂടും. എടി എവിടെ പോകാന്ന്? ആ പെണ്ണുങ്ങൾ എന്നെ പറ്റി പറയുന്നത് കേട്ടില്ലേ? ഞാൻ എന്തൊരു തെറ്റ് ചെയ്തിട്ടാണോ അവരിപ്പോ എന്റെ അച്ഛനെ അമ്മനെ വിളിക്കാൻ പോകുന്നത്? ഓക്കെ, എന്റെ അച്ഛനെ അമ്മനെ വീട്ടിൽ സഹായിക്കുന്ന ആളാ. അതെന്തുകൊണ്ടാന്നുള്ളത് അച്ഛൻ വന്നിട്ട് തന്നെ പറയും. നോക്കി തന്നോ. ആരായി വരുന്നേ? വാവ്, എന്ത് ഭംഗിയാ കാണാന്. ഇനി അത് പുതിയ സ്റ്റുഡന്റ് വല്ലോ ആണോ? എടാ പൊട്ട, അത് പുതിയ സ്റ്റുഡന്റ് ഒന്നും അല്ല, അത് പ്രിയയുടെ അമ്മയാ. അത് അച്ഛനാ വരുന്നത്. ഇതാരാ പുതിയ അഡ്മിഷൻ എടുക്കാൻ വന്നാണോ? അതൊക്കെ കഴിഞ്ഞില്ലേ? ഇതിനു മുന്നേ ഞാൻ വന്നില്ലല്ലോ. എന്താ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊന്ന് മാസ്ക് ഒക്കെ ഇട്ട് നല്ല രീതിക്ക് കവർ ചെയ്ത് അച്ചടക്കത്തിലാ വന്നേ. പക്ഷെ ഇപ്പം എനിക്ക് ഇവിടെ ഇങ്ങനെ തന്നെ വരാൻ തോന്നി. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ എന്റെ മോളെ പറ്റി നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾക്ക് ഇവിടെ എന്താ ഒരു പ്രോബ്ലം? ഏതോ പോലീസിന്റെ മകളെ അടിച്ചെന്ന് പറഞ്ഞാണല്ലോ എന്നെ വിളിച്ചത്. ഞാൻ ആരാൻ തനിക്കറിയോ? ഞാൻ എന്തുകൊണ്ടിപ്പോ വീട്ടിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നെന്നറിയോ? ഞാനേ ഒരു റിട്ടയർ ആയിട്ടുള്ള പട്ടാളക്കാരനാ. എനിക്ക് മാസം ലക്ഷങ്ങൾ ശമ്പളം എന്റെ വീട്ടിലോട്ട് എത്തുന്നത് അറിയോ നിങ്ങൾക്ക്? അതും ഞാൻ ഒന്നും ചെയ്യാണ്ട്, ഞാൻ ഒരു ജോലി ഇപ്പൊ ചെയ്യുന്നില്ല. എന്റെ വൈഫിനെ ഞാൻ സഹായിക്കുന്നു. അതിനെന്തു തെറ്റാ ഉള്ളത്? അതും ഒരു പോലീസിന്റെ മകള് കയറി ഉണ്ടാക്കാൻ വരുവാണോ? ഓക്കെ, അവളെ എനിക്കൊന്ന് കാണണല്ലോ. അയ്യോ, അത് കുട്ടികൾ അറിയാതെ അടി ഉണ്ടാക്കിയതാ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ലിപ്സ്റ്റിക്കിന്റെ കാര്യം അതെന്തുവാ? നിങ്ങളുടെ മോള് ക്ലാസ്സിൽ വരുമ്പോൾ നല്ല രീതിക്ക് ലിപ്സ്റ്റിക് ഇട്ടോണ്ടാ വരാറ്. ക്ലാസ്സിൽ വേറെ ഒരു കുട്ടികളുടെ ചുണ്ടിലും ഇങ്ങനെ കാണത്തില്ല. പക്ഷെ നിങ്ങളുടെ മോളുടെ ചുണ്ടുണ്ടല്ലോ, എന്തോ ചോപ്പിലായിട്ട് പ്രകാശിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അത്രക്കും ലിപ്സ്റ്റിക് അവളിടാറ്. അതെ, എന്റെ മോള് ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്, അത് ശരിയാ. അതിനൊരു തെറ്റുമില്ല. ഇവിടെ ചേർക്കാൻ നേരത്തെ കുട്ടികളോട് ലിപ്സ്റ്റിക് ഇടണ്ടായി എന്നൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം ടീച്ചേഴ്സ് നന്നാവൂ. നിങ്ങളുടെ ചുണ്ടിൽ തന്നെ ഉണ്ടല്ലോ വലിയ കട്ട ലിപ്സ്റ്റിക്. അതെന്താ നിങ്ങൾ കരിവാരി തേച്ചതാണോ? അത് പിന്നെ ഞങ്ങള് ടീച്ചേഴ്സ് അല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ റൂളൊന്നുമില്ല. പക്ഷെ കുട്ടികള് പരമാവധി പറ്റുന്ന അത്ര ലിപ്സ്റ്റിക് ഒഴിവാക്കണം. അവരുടെ ചുണ്ടെന്താ ഇത്? ഇവരെന്താ ഫാഷൻ ഷോക്ക് വല്ല വരുന്നതാണോ? ഇതേ പെണ്ണുമ്പിള്ളേ, എന്റെ കൈ ഉണ്ടല്ലോ ഇവിടെ വെറുതെ നിൽക്കത്തില്ല. ഒരടിയൊക്കെ ഞാൻ തരാണ്ടിരിക്കില്ല. താനിപ്പോ എന്തോ ചൂണ്ടിലോട്ട് ഇട്ടേച്ച് വെച്ചേക്കുന്നു. താൻ ലിപ്സ്റ്റിക് തന്നെയല്ലേ ഇട്ടത്. ആദ്യം ടീച്ചേഴ്സ് നന്നാവ്, എന്നിട്ട് കുട്ടികളെ നന്നാക്കിയാൽ മതി തൽക്കാലം. That's my mommy. പിന്നെ എൻ്റെ മോള് അനാവശ്യമായിട്ട് ഒന്നും ചെയ്യാറില്ല. നിങ്ങൾ പറ, ഏതെങ്കിലും സബ്ജക്റ്റിൽ അവൾ വീക്കാണോ? അല്ല. ഓ, അപ്പോ അതൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഞാൻ അവൾക്ക് രണ്ട് വർത്താനം പറയാന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു നെഗറ്റിവിറ്റിയും ഇല്ല. പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നതാണെങ്കിൽ ആദ്യം ടീച്ചർമാർ നന്നായിട്ട് കുട്ടികൾ നന്നാവാം. എല്ലാ സബ്ജക്റ്റിലും എൻ്റെ കുട്ടി ബെസ്റ്റാണ്. പിന്നെ ഞാൻ എൻ്റെ കുട്ടീനെ അത്യാവശ്യം നല്ലപോലെ ഫ്രീഡം കൊടുത്താണ് വളർത്തിയത്. അതിൻ്റെ അത് അവൾക്ക് കാണുവാനും ഉണ്ട്. എന്ന് വെച്ചിട്ട് അവൾ ഓവർ ഫ്രീഡം എടുത്തിട്ടുമില്ല. ആരോട് മോശമായിട്ട് അങ്ങോട്ട് പോയി ബിഹേവ് ചെയ്തിട്ടുമില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ടൈം പോകാൻ വേണ്ടി ഇങ്ങനെയുള്ള ചീള് കേസിന് ഞങ്ങളെ കയറി വിളിക്കരുത് പ്ലീസ്. ഇനിയെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് റിട്ടയർ ആയ ഒരു പട്ടാളക്കാരനാണ്. ഇനി കൂലിപ്പണിക്കാരനാന്ന് പറഞ്ഞ അവളോട് അതാണെങ്കിൽ അത് ഏത് ജോലിക്കാണെങ്കിലും അതിൻ്റെതായ മാന്യതയില്ലേ, ഞങ്ങൾക്ക് അതിനൊരു കുഴപ്പമില്ല. അപ്പൊ ശരി മിസ്സേ, ഞങ്ങളങ്ങോട്ട് പോവാ. കുട്ടികളൊന്നും അറിയണ്ട മിസ് ചമ്മിയെന്ന്. നിനക്ക് വേണ്ടി പറിച്ചതാ. എന്നാ എനിക്ക് ഇയാളുടെ ഒന്നും വേണ്ട പോ.
അമ്മായിയമ്മ നല്ല ഗ്ലാമറിലാണല്ലോ ഒന്ന് എത്തിയത്. ആശിക്ക, എന്നെ വിട്. ആരെങ്കിലും കണ്ട ഡൗട്ട് അടിക്കും. എടി, ഇന്ന് രാവിലെ നമ്മുടെ പാരന്റ്സ് തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടല്ലേ നീ ഇപ്പൊ ഇത്ര ദേഷ്യപ്പെട്ടിരിക്കുന്നത്. എന്റെ പൊന്നു മോളെ, അതൊന്നും സാരമില്ല, നീ അതൊന്നും മൈൻഡാക്കണ്ട. എന്ന് വെച്ചിട്ട് ഞാൻ നിന്നെ ഒഴിവാക്കാനൊന്നും പോകുന്നില്ല. അവരെന്തേലും കാണിക്കട്ടെ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഞാൻ ആ പെണ്ണിനോട് നിന്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്തിനാ എന്റെ പേരെടുത്തിട്ടെന്ന് എനിക്കറിയത്തില്ല. മേ ബി അവൾക്ക് നമ്മുടെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവും. അതൊക്കെ പോട്ടെ, കൊറേ ആയി ഞാനൊന്ന് കണ്ടിട്ട്. എന്റെ പൊന്നാശിക്കേ, അന്ന് തന്നെ നീ എൻ്റെ അടുത്ത് വന്നിട്ട് എങ്ങനെയോ ഞാൻ അമ്മ കാണാണ്ട് നിന്നെ ഒളിപ്പിച്ച് റൂമിന്റെ കട്ടലടി വരെ കയറ്റിയത്. എന്നിട്ട് പിറ്റേ ദിവസം എനിക്ക് നടക്കാൻ പറ്റിയില്ല. അത് വേറെ കാര്യം. അതൊക്കെ പോട്ടെ, നമ്മൾ റിലേഷൻഷിപ്പിലായിട്ട് എത്ര വർഷമായി? നീ ഒന്ന് പറ, എത്ര വർഷമായി? ഇതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാവർക്കും ഡൗട്ട് തോന്നാത്ത രീതിക്ക് നമ്മൾ കൊണ്ടുപോയി. ഇനിയും അങ്ങനെ കൊണ്ടുപോകണം, എന്നാലേ എല്ലാം നടക്കത്തുള്ളൂ. അല്ലാണ്ട് ക്ലാസ്സിൽ ഇങ്ങനെ വന്ന് പിടിക്കുക, ലൈബ്രറി കൊണ്ടുപോവുക, കിസ് അടിക്കുക, ഇതൊക്കെ എവിടുത്തെ ന്യായമാണ്? എല്ലാം പോട്ടെ, നിന്റെ അമ്മക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഓ, എന്തിന്? നീ ഇങ്ങനെ കാലുമുട്ടും കൈയൊക്കെ കാണിച്ച് ഡ്രസ്സ് ഇടുന്നതിനാണോ? എടി, എന്റെ അമ്മ അങ്ങനെയാണ്. എന്റെ അമ്മ സാരി ഉടുത്തേ പോകാറുള്ളൂ. പിന്നെ ഇങ്ങനെ ഇടുന്ന ആൾക്കാരെ കാണുമ്പോൾ അമ്മ ഒന്ന് രണ്ടൊക്കെ പറയും. എന്ന് വെച്ചിട്ട് എനിക്ക് കുഴപ്പമില്ലല്ലോ. നിനക്ക് ഞാൻ എല്ലാ ഫ്രീഡം തരുന്നുണ്ട്. നിന്റെ പാരന്റ്സ് നിനക്ക് തരുന്ന ഫ്രീഡം അത് ഞാൻ എന്തായാലും തരാണ്ട് നിൽക്കുവോ? അല്ല, വീട്ടിൽ നീ എങ്ങനെയാണോ അതുപോലെ നീ എൻ്റെ അടുത്ത് നിന്നാ മതി. ഇനി എൻ്റെ വീട്ടിൽ കല്യാണം കഴിച്ചു വന്ന് എൻ്റെ അമ്മ നിന്നോട് ഒന്ന് രണ്ടൊക്കെ പറയാൻ നിന്നാ അത് മൈൻഡാക്കാണ്ട് നിന്നാ പോരെ? കാര്യം കഴിഞ്ഞില്ലേ? അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. ഇന്ന് നൈറ്റ് എൻ്റെ വീട്ടിൽ വാ. ഞാനും വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ആണോ? എന്നാ ഞാൻ നാളെ ലീവ് എടുക്കട്ടെ? അതൊക്കെ നിന്റെ ഇഷ്ടം. ഞാൻ ഇന്നലെ ലീവ് ഒന്നും എടുക്കുന്നില്ല. പിന്നെ നേരത്തെ ഉറങ്ങാണ്ട് മോനെ ഞാൻ എങ്ങും വിടത്തില്ല. നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ. വെറുതെ ക്ലാസ് ലീവ് എടുത്ത് എപ്പോഴും ഇങ്ങനെ തന്നെ. പിന്നെ നമ്മൾ രണ്ടാളും ഒരുമിച്ച് ലീവ് എടുക്കുന്നുണ്ടാ, പിന്നെ എല്ലാവർക്കും ഡൗട്ടാവും. അതൊക്കെ പോട്ടെ, ഞാൻ പോവാ. ഇനിയിപ്പോൾ കണ്ടിട്ടായിരിക്കും ഡൗട്ടാവണ്ട. ശരി, എന്നാലും നൈറ്റ് കാണാം. എത്ര പെട്ടെന്ന് എത്തിയോ? ഞാനൊന്നും ഒരുങ്ങിയില്ല. ഒരുങ്ങുന്നെന്തിനാ? നമുക്കിതൊക്കെ പോരെ? എടാ, പേടിക്കാൻ മാത്രം ഒന്നുമില്ല.
നീ ഈ സാധനം ഇപ്പൊ ഒരാള് വരും, അവരെ കയ്യിൽ ഏൽപ്പിച്ചാൽ മാത്രം മതി. എനിക്കാരും അറിയില്ലല്ലോ, ഞാനാണെന്ന് എങ്ങനെ അവർക്ക് മനസ്സിലാവും? പിന്നെ ഈ ഈ ബാഗിൽ എന്താ ഉള്ളതെന്നെങ്കിലും പറയേ. ബാഗിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെല്ലാം പറഞ്ഞാലും അവർക്ക് കൊടുക്കാനുള്ള കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നീ ഇവിടെ നിൽക്കുക, അവർ നിൻ്റെ അടുത്ത് വന്ന് വാങ്ങിക്കോളും. ഞാനെന്നാ പോട്ടെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ശരി. ഹലോ, വണ്ടി കയറു. എന്തിന് എന്തിന് ഞാനിപ്പം വരണം? എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ബാഗ് പരിശോധിച്ചാൽ തിരിയും. ഡോ, പരിശോധിക്കേ. സാർ, സാധനമുണ്ട് ഇതില്. അതെങ്ങനെ? ഞാൻ അറിയാതെ എങ്ങനെ ഉണ്ടാകും? ഇത് എന്റേതല്ല, ഇതെന്റെ ഒരു ഫ്രണ്ട് എന്റെ കയ്യിൽ തന്നതാ. ഒന്നത് പിടിക്ക്, ഇത് വാങ്ങാൻ ആള് വരുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവനെന്നെ ഓമ്പിച്ചതാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളുടെ മുന്നിൽ നിന്ന് പൊന്നു മുനുമ്പം ഇമ്മാതിരി വർത്താനം പറയേണ്ട ഒരാവശ്യമില്ല. എന്തെല്ലാം പറഞ്ഞാലും പിടിച്ചു, സാധനം പിടിച്ചു, വണ്ടി കയറും, ഇല്ലെങ്കിൽ ബലമായിട്ട് പിടിക്കേണ്ടി വരും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതെനിക്ക് 100-ൽ 101% എനിക്ക് ഉറപ്പുണ്ട്. മോനെ, നിന്റെ കയ്യിൽ നിന്നാണ് ഇത് കിട്ടിയത്. ഇപ്പൊ നീ എന്തായാലും സ്റ്റേഷനിൽ വന്നേ പറ്റൂ. പിന്നെ ജാമ്യം കിട്ടാനൊക്കെ പാടാണ്, എന്നാലും പെട്ടെന്ന് പോര്, അല്ലെങ്കിൽ ഞങ്ങൾ നല്ല രീതി കാട്ടി തരും. എൻ്റെ കയ്യിലൊരു തയ്യോളി വന്നിട്ട് വെച്ച് തന്നതായത്, അല്ലാതെ എൻ്റെതൊന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. മര്യാദയ്ക്ക് വന്നോ, അതാ നിനക്ക് നല്ലത്. ഹലോ. ആ, ഡോക്ടർ എന്താ പതിവില്ലാതെ വിളിക്കുന്നേ? എന്താ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്ത്? എന്റെ മോളോ? എന്റെ മോൾ എന്തിനു ഹോസ്പിറ്റലിൽ വന്നു? പ്രഗ്നൻസി ടെസ്റ്റ്? ഇല്ല ഇല്ല, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾക്ക് ആരും ഇല്ല, അതിനുള്ള ബുദ്ധിയില്ല അവക്ക്. ശരിക്കും? ഓ, എനിക്ക് പേടിയാവുന്നു. സത്യത്തിൽ എന്താവെന്ന് പറയോ? ഞാനിത് എങ്ങനെ വിശ്വസിക്കും? പോസിറ്റീവാണോ? അമ്മ മോൾക്ക് ഒരുപാട് ഫ്രീഡം തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തിനാ വെറുതെ ഇതൊക്കെ? ഞങ്ങൾക്ക് ഈ നാട്ടുകാരെ പേടിച്ച് നിൽക്കുന്ന സ്വഭാവം അതൊന്നും ഇല്ലെന്ന് മോൾക്ക് അറിയുന്നതല്ലേ. ഉള്ള പ്രശ്നം എന്താണെന്നറിയാം? നിനക്ക് തന്ന ഫ്രീഡം അത് ഓവറായിപ്പോയ മോളെ. അതുകൊണ്ടാണോ നീ ഞങ്ങളെ ചതിച്ചത്? എന്റെ പൊന്നു ശുഭേ, എന്താ പറ്റിയതൊന്ന് പറ. നീ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് എന്താ പോലെ ആവുന്നു. ഒന്നുമില്ല, നമ്മുടെ മോള് നമ്മുടെ വിശ്വാസം എല്ലാം തെറ്റിച്ചു. നമ്മുടെ മോള് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. രഞ്ജിത ഡോക്ടറാണ് വിളിച്ചു പറഞ്ഞത്. അവർ വന്ന് പറയാ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തെന്നും അത് പോസിറ്റീവാണെന്നും. പിന്നെ ഡോക്ടർ അത് ആരോടും വേറെ പറയില്ല എന്നൊക്കെ പറഞ്ഞു. വലിയ രീതിക്ക് എന്താ പറയാ, 3 മാസമൊന്നും കഴിഞ്ഞില്ല, അതുകൊണ്ട് പോക്കണമെങ്കിൽ പോക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവളിതുവരെ വീട്ടിൽ വന്നില്ലല്ലോ. നീ സമാധാനപ്പെട്, അവൾ വന്നതിന് ശേഷം നമുക്ക് ചോദിക്കാം, റിലേഷൻഷിപ്പിലാണോ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായതാണോ, അതോ ഇനി വേറെ രീതിക്ക് എന്തെങ്കിലും ആണോ എന്ന്. ഓക്കെ, പേടിക്കണ്ട. ഡോക്ടർ എന്നെ വിളിച്ചെല്ലാം പറഞ്ഞു. നിനക്കറിയില്ലേ നമ്മുടെ ഫാമിലി ഡോക്ടറാണെന്ന്? എന്തായാലും ഞങ്ങളോട് പറയുന്നത് നിനക്കറിയാം. അതോടെ നീ മനഃപൂർവ്വം തന്നെ അവരെ കാണിക്കാൻ പോയെന്ന് എനിക്ക് മനസ്സിലായി. ആരാ, എന്താ, എന്തെങ്കിലും ഒന്ന് പറയോ? അമ്മ എന്നോട് ക്ഷമിക്കും, ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ല, ഇത് പറ്റിപ്പോയതാ. അത് നമ്മുടെ അയൽക്കാരില്ലേ ശാന്തേച്ചി, അവരുടെ മോനും ആഷിക്ക് ഞാനും 15 വർഷമായിട്ട് റിലേഷൻഷിപ്പിലാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ബന്ധുവാ. ഈ അടുത്ത് അറിയാതെ പറ്റിപ്പോയതാ. മനഃപൂർവ്വം നിങ്ങളെ നാണം കെടുത്തണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. കെട്ടുന്നുണ്ടെങ്കിൽ അവനെ മാത്രം കെട്ടു എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അവനെന്നെയും ഞാനിനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയുവാണെങ്കിൽ ഇത് ഞാൻ കളയാം, കുഴപ്പമില്ല. ആ ശാന്തനെയോ? ശാന്ത എങ്ങനെയുള്ള പെണ്ണാന്ന് നിനക്കറിയോ? അവൾ അവളുടെ മരുമോൾക്ക് ഒരിക്കലും ഒരു ഫ്രീഡം പോലും കൊടുക്കാൻ പോകുന്നില്ല, അത് നിനക്കറിയോ? അവളുടെ സ്വഭാവം വെച്ചിട്ട് അച്ചടക്കം
എപ്പോഴും നാടൻ പെൺകുട്ടികളെ പോലെ അങ്ങനെയുള്ള ആളെയാണ് മകനിക്ക് വേണ്ടി അവൾ ആലോചിക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നീ എങ്ങനെയാ ഉള്ളത്? ഒരിക്കലും നടക്കാൻ പോകുന്നതല്ല ഇതൊന്നും. ഇനി അവനിക്ക് നിന്നെ പിരിയാനോ ഇതൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങളിത് ആലോചിച്ചോ. ഞങ്ങൾ സപ്പോർട്ട് നിൽക്കാം. കുഞ്ഞിനെ പോക്കൊന്നും വേണ്ട. ദൈവം അനുഗ്രഹിച്ചതല്ലേ, കുഴപ്പമില്ല. എന്നാലും കുറച്ച് മാന്യമായിട്ടൊക്കെ നോക്കാമായിരുന്നു. സാരമില്ല. ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ പഴി ചൊല്ലിട്ട് കാര്യമില്ലല്ലോ. പെട്ടെന്ന് അമ്മ പേടിച്ചും പോയി, വല്ല റേപ്പ് കേസാണെന്ന് വിചാരിച്ചിട്ട്. കാരണം നിന്റെ അടുത്ത് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് അങ്ങനെ റിലേഷൻഷിപ്പാണ് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. കുഴപ്പമില്ല, നമുക്ക് ആഷിക്കിനോട് സംസാരിക്കാം. നീ എൻ്റെ നിൻ്റെ അമ്മനെയും കണ്ടോ? ഞങ്ങൾ ഇത്ര പ്രായമായിട്ട് വരെ എന്ത് നല്ല സ്നേഹത്തിലാണ് കഴിയുന്നതെന്നറിയോ? നാളെ ഈ സമയം ഈ പ്രായത്തിൽ നിങ്ങളും ഇതുപോലെ സ്നേഹത്തിൽ കഴിയണം. അല്ല പകുതി വെച്ചിട്ട് നിർത്താനും മടുക്കുന്നതൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടം എന്താണ് അതുപോലെ ചെയ്യും. പിന്നെ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ മക്കൾക്ക് ഫ്രീഡം കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. കാരണം എൻ്റെ വീട്ടിലും ഇവളുടെ വീട്ടിലും നല്ല സീനായിരുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും ഫ്രീഡം ഇല്ലായിരുന്നു. അങ്ങനെ സഹികെട്ടിട്ടാണ് ഞങ്ങൾ ഒളിച്ചോടിയത്. അപ്പോൾ പോലും ഞാൻ വലിയ പണക്കാരനൊന്നുമല്ല. പിന്നെയാണ് ഈ ആർമിയിൽ പോയതും അങ്ങനെ റിട്ടയർ ആയപ്പോഴാണ് ഇവിടെ വിലയും എല്ലാവരുടെ അടുത്തും ഒരു വാല്യൂ ഒക്കെ എനിക്ക് വന്നു തുടങ്ങിയത്. ഇപ്പം വലിയൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും ഞാൻ അതിൻ്റെ അഹങ്കാരം കാണിക്കാറുണ്ടോ? നിൻ്റെ അമ്മയുടെ വാല് പോലെ ഞാൻ നടക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ആ സ്ത്രീ എനിക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് വരുന്ന കുട്ടികൾക്ക് നമ്മുടെ അവസ്ഥയൊന്നും ഉണ്ടാവരുതെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് ബ്രേക്കപ്പ് ആക്കാനോ ഈ റിലേഷൻ വേണ്ടെന്ന് പറയാനൊന്നും ഞങ്ങൾ പറയത്തില്ല. ഞങ്ങൾ ആകെ നിന്നോടൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നടുവിൽ വെച്ചിട്ട് ഒന്നും അവസാനിക്കരുത്. ജീവിതകാലം മുഴുവൻ പോവുകയാണെങ്കിൽ മാത്രം ഇപ്പം ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് തരും. വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. നിങ്ങളെ കിട്ടിയതിൽ എൻ്റെ ഭാഗ്യമാണ് ഞാൻ പറയും. നീയോ? എന്താ ശാന്ത? ശുഭേ, വൈരാഗ്യമൊക്കെ ഒന്ന് മറക്കണം. എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ മോന് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് നേരത്തെ വിളിച്ച് പറഞ്ഞു മോനെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തേക്കുവാണ്, എന്തോ പ്രശ്നമുണ്ടെന്ന്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല. ഒരുപാട് കരഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞതാ കഞ്ചാവ് കേസിൽ പിടിച്ചതാണ്. പക്ഷെ എൻ്റെ മോനിക്ക് അങ്ങനെ ഒരു സാധനമായിട്ടൊരു ബന്ധവുമില്ല. എനിക്കത് ഉറപ്പാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ സഹായത്തിന് വന്നത് എന്താ ചോദിച്ചാൽ, സാറ് ഓൾറെഡി ഒരു പട്ടാളക്കാരനായിരുന്നല്ലോ. അപ്പം അവനെ ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. പടച്ച തമ്പുരാനാണേ സത്യം. അവൻ അങ്ങനത്തെ ഒന്നുമായിട്ട് ബന്ധവുമില്ല. നിങ്ങളെ കൊണ്ട് ഇനി അവനെ രക്ഷിക്കാൻ പറ്റും. സത്യമായിട്ടും അവൻ്റെ കയ്യിൽ ധാരം ഏൽപ്പിച്ച് പോയതാ, ഉറപ്പാ. സാർ എന്തൊക്കെ പറഞ്ഞാലും സീരിയസ് ആയിട്ടുള്ള കേസാണ്. നല്ല രീതിക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ തെളിവ് എന്താ ഉള്ളത്? ഇവനല്ലാന്ന്. ഇവൻ്റെ കയ്യിലുള്ള ബാഗ് നല്ല കിട്ടിയത്. 100% എനിക്ക് ഉറപ്പുണ്ട് ഇവൻ അങ്ങനത്തെ ഒരു പണിയും കാണിക്കില്ല. പിന്നെ വിത്തിൻ 24 hours ഇതാരാണ് അവൻ്റെ കൈ കൊടുത്തത് എന്നുള്ളതിന് എല്ലാ തെളിവോടും കൂടി ഞാനിവിടെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. പിന്നെ എൻ്റെ മരുമോനാണ് ഇത്. ഇവൻ നിങ്ങളോട് പറഞ്ഞു അത് ഒരാൾ അവൻ്റെ കയ്യിൽ കൊടുത്തതാന്ന് പറഞ്ഞു. അവൻ്റെ ഫ്രണ്ടാണ് എന്ന് അവനെ ചതിച്ചതാന്ന് പറഞ്ഞു. അപ്പം ആരാന്ന് അവനിക്ക് കറക്റ്റ് അറിയാമല്ലോ. എല്ലാം കൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഇവിടെ ഏൽപ്പിക്കും. എന്നിട്ട് അവൻ്റെ വൈന്ന് മണി പോലെ സത്യം ഞാൻ പറയിപ്പിക്കും. അതൊക്കെ തന്നെ പോരെ നിങ്ങൾക്ക്? അപ്പോൾ ഇവനെ വിട്ടേക്കും, ഞാനും പോവാം. 24 hours മറക്കണ്ട. അങ്കിൾ, സത്യത്തിൽ ഞാനല്ല, എനിക്കിട്ട് പണി തന്നവൻ. ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ നേരെ വന്ന് ചിരിച്ചു കാണിച്ച് എൻ്റെ പുറകെ കൂടി കുത്തിയതാ. എനിക്കിനി ഇത് സഹിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ എനിക്ക് അവനെ കൊല്ലണം, അല്ലെങ്കിൽ 2 തല്ലിയേ പറ്റൂ എനിക്ക്. ഒന്നാമത്തെ കാര്യം, ഞാൻ നിൻ്റെ അങ്കിളല്ല. ഇനി തൊട്ട് ഞാൻ നിന്റെ അമ്മായിയപ്പനായിരിക്കും. പിന്നെ
എൻ്റെ മകള് പ്രഗ്നൻ്റ് ആണ്, അതിന് ഉത്തരവാദി നീയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കല്യാണം നടത്താൻ പോവാണ്, അതൊന്നും നീ അറിയില്ല എന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ എൻ്റെ കടമയാണ് നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുക എന്നുള്ളത്. പിന്നെ നിരപരാധികളെ രക്ഷിക്കുന്നത് അതും എൻ്റെ കടമയാണ്. അപ്പോൾ എൻ്റെ മോനിപ്പോൾ ദേഷ്യം പിടിക്കാതെ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോയിക്കോ. നിന്റെ വീട്ടിലല്ല, എൻ്റെ വീട്ടിലോട്ട്. കുറച്ച് കാര്യം തീരുമാനിക്കാനുണ്ട്. പിന്നെ ഈ സമയത്ത് ഈ അടിക്കും വഴക്കിനും ശത്രുതക്കൊക്കെ പോയാലേ ഭാവിയിൽ നമുക്ക് നമ്മൾ പോലും അറിയാതെ ഒരുപാട് ശത്രുക്കളുണ്ടാവും. അതുകൊണ്ട് പറയാണ്, എല്ലാം കാണാത്ത പോലെ ഇരിക്കുക, ജീവിതം ആസ്വദിക്കാം. ഓക്കെ, അപ്പം മുമ്പ് വയ്ക്കാം, എനിക്ക് കുറച്ച് പണിയുണ്ട്. പിന്നെ അവൻ്റെ ഫോട്ടോ നമ്പർ എല്ലാം ഒന്ന് എൻ്റെ നമ്പറിലോട്ട് അയച്ചേക്ക് കേട്ടോ. ശരി. എടി ശുഭ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിന്റെ സാധനം ഞാൻ എടുത്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എടി എനിക്ക് എന്തിനാടി നിന്റെ പാത്രം? ഇവിടെ ഞാൻ നിന്റെ മോനെ രക്ഷിക്കാൻ വന്ന് പറഞ്ഞു വന്നതല്ലേ, അപ്പോഴേക്കും നിന്റെ പാത്രം കാണാതെ എന്റെ തലയിൽ കൊണ്ടിട്ടോ. എടി പൂക്കൾ ഇട്ട് വെച്ച പോലെ ഒരു പ്ലേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണില്ല. അതാരാ എടുത്തത്? നീയാണ് ഇപ്പോൾ ഇവിടെ വന്നത്. എൻ്റെ മോൾ എന്തായാലും ആ പാത്രത്തിൽ ഫുഡ് കഴിക്കാറില്ല, എൻ്റെ ഹസ്ബൻഡും കഴിക്കാറില്ല. ഞാൻ പുതിയതായിട്ട് ഷോക്കേസിൽ എടുത്ത് വെച്ച ആ പാത്രം കാണുന്നില്ല. നീ തന്നെയാണ് അതെടുത്തത്. എടി എച്ചി, എന്റെ വീട്ടിലുണ്ടടി ഇതുപോലത്തെ കുറെ പാത്രം. നിനക്ക് വേണമെങ്കിൽ ഞാൻ കടമായിട്ട് തരാം, നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ അത് തരാം, പോരെ? ഇത് കണ്ടിട്ടെങ്കിലും ഒന്നവരെ പിടിച്ച് മാറ്റിക്കൂടെ പൊണ്ടാട്ടി? അല്ല, എപ്പം നോക്കിയാലും കീരിയും പാമ്പും ആണല്ലോ ഏത് നമ്മുടെ അമ്മമാര്. ഓ, ഇയാളൊന്നും പറയണ്ട. എൻ്റെ അച്ഛൻ വന്ന് ഇടപെട്ടത് കൊണ്ടല്ലേ ഇപ്പൊ ഇയാള് പുറത്തിറങ്ങിയത്. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഈ ആൾക്കാർ തരുന്ന സഞ്ചിയും ബാഗും ഒക്കെ പിടിക്കാൻ നിൽക്കുന്നത്? എന്തിനാ? എല്ലാം പോട്ടെ, എനിക്ക് നല്ലപോലെ ഹേർട്ടായി കേട്ടോ. സോറിഡി, അതിൻ്റെ ഇടയിൽ നിന്റെ പപ്പ ഒരു കാര്യം കൂടി പറഞ്ഞു, നീ പ്രഗ്നന്റ് ആണെന്ന്. അതും കൂടി കേട്ടപ്പോൾ ഞാൻ നല്ലപോലെ ടെൻഷനായി. ഓ, ചെയ്യുമ്പോ ഒരു ടെൻഷനും ഇല്ലായിരുന്നല്ലോ. അല്ല, അന്ന് എന്ത് പറ്റിയതാ ശരിക്കും? വാങ്ങാൻ മറന്നുപോയോ? അത് 30 രൂപ ഇല്ലാഞ്ഞിട്ടാണോ? അങ്ങനെയാണെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ. പക്ഷെ ഞാനും അത് ഓർത്തില്ല. കുഴപ്പമില്ല, എന്നാലെന്താ, വീട്ടുകാരൊക്കെയാണ്, നമ്മൾ നാട്ടുകാരെ നോക്കാറില്ല. അപ്പം എല്ലാം കൊണ്ടും നമ്മൾ ഓക്കെ, നമ്മുടെ ലൈഫ് ഓക്കെ. അല്ല, ഇനി എന്താ പ്ലാൻ? മേ ബി ദൈവത്തിന്റെ തീരുമാനമായിരിക്കും. അതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ. അപ്പൊ ഇനി അതിനെപ്പറ്റി ആലോചിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കെട്ടാം. അതിന് മുന്നേ നീ പ്രസവിച്ചാലേ ഈ നാട്ടുകാരിക്ക് കുരു പൊട്ടും. അത് നമ്മൾ നോക്കലില്ലെങ്കിലും എന്നാലും സാരമില്ല. പെട്ടെന്ന് തന്നെ കെട്ടാം. ഓക്കെ, അപ്പൊ ശരി പൊണ്ടാട്ടി, ഞാൻ പോട്ടെ, പോയിട്ട് കുറച്ച് വർക്കുണ്ട്. അങ്ങനെ അവരുടെ ലൈഫിൽ വലിയൊരു പാർട്ടായിട്ടുള്ള മാരേജ് അതവിടെ കഴിഞ്ഞു. അങ്ങനെ ഇപ്പം നമ്മുടെ നായിക ഉള്ളത് ആസ് യൂഷ്വൽ ഭർത്താവിൻ്റെ വീട്ടിലാണല്ലോ ഭാര്യ ഉണ്ടാവുക. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മുടെ നായിക ഉള്ളത്. പക്ഷെ അവിടുത്തെ പ്രോബ്ലം അവിടുത്തെ അമ്മയാണ്. കാരണം ആള് കുറച്ച് മാന്യതയുള്ള ഒരാളാണേ. നമുക്ക് കുറച്ച് അങ്ങടെ ഇങ്ങടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യാം. ഇനി ഞാൻ താഴെ പോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മക്ക് കുരു പൊട്ടും. അപ്പൊ ശരി, പോയിട്ട് വരാട്ടോ ഹബ്ബി. അല്ല, എന്ത് വസ്ത്രം ഇട്ടേക്കുന്നേ? എന്ത് വസ്ത്രം ഇട്ടേക്കുന്നേ? ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ഇതെന്തോ ഇത്? ഒന്നെങ്കിൽ കൈ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാലുണ്ടാവില്ല. ഇതെന്തൊക്കെയത്? എല്ലാം ഇങ്ങോട്ട് പുറത്ത് കാണുക. കാല് ഫുള്ള് ഞാൻ കാണുന്നുണ്ട്, മുകളിൽ വരെ താഴെ വരെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എല്ലാരും കാണത്തില്ലേ? പിന്നെ മുമ്പ് നോക്കാന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങോട്ട് ചാടിക്കെടുക്കുക. നോക്ക് മോളെ, നല്ല വസ്ത്രം ഇട്ടോട്ടും വാ. ഒന്നാമത് നീ പ്രഗ്നന്റ് ആണ്, ഇങ്ങനെയുള്ള ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രം ഒന്നും ഇടണ്ട. പിന്നെ കാലും കൈയും എല്ലാം കാണിച്ചുകൊണ്ട് എന്തിനാ കോട്ട് പിന്നെ എന്തിനാ ഇട്ടത്? അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാവാറില്ലല്ലോ. എത്ര ഞാൻ പറഞ്ഞത് എങ്ങനത്തെ വസ്ത്രം ഒന്നും ഇടരുതെന്ന്. പോയി മാറ്റി. എന്തുവാ അമ്മ ഇത്? ഈ നാട്ടുകാരൊക്കെ ഞാൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ. പിന്നെ എൻ്റെ ഭർത്താവിന് അതൊരു കുഴപ്പമായിട്ടില്ലല്ലോ. പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ വസ്ത്രം മാറ്റേണ്ട ആവശ്യം? എൻ്റെ ഭർത്താവിന് അത് കുഴപ്പമില്ല. പിന്നെ എൻ്റെ അമ്മയും അച്ഛനായാലും ഇതുവരെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല. മമ്മീൻ്റെ വാക്കിന് വില തരാത്തതൊന്നുമല്ല, വില തരും. പക്ഷെ ഇതെന്തിനാ വെറുതെ? ഇതിനൊരു കുഴപ്പമില്ല. വേണ്ട മോളെ, നല്ല ബോറാ. ഇങ്ങനത്തെ ഡ്രസ്സൊന്നും വേണ്ട. പൊന്നു മോളല്ലേ, മാറ്റിയിട്ടും വാ.
എന്റെ അമ്മയെ കൊള്ളില്ലെങ്കിൽ ഞാനതങ്ങ് സഹിച്ചു. എന്താ ഇത്, വന്ന് കേറിപ്പോ തൊട്ട് കേൾക്കുക. ഇതെന്താ ഇത്, കാല് കാണുന്നു, മുന്ന് കാണുന്നു, മുന്ന് ചാടിക്കെടുക്കുന്നു. എല്ലാം പോട്ടെ, എനിക്കിതങ്ങ് ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വസ്ത്രം ഇടുന്നു. അമ്മ അമ്മന്റെ കാര്യം നോക്കിപ്പോ. ഓ, ഞാൻ നിന്റെ കാര്യം നോക്കി പോവാനോ? അതെന്ത് വർത്താണ് നീ പറയുന്നത്? ഇതെന്റെ വീടല്ലേ, എനിക്കെന്താ ഇവിടെ ഭരിച്ചൂടെ? എല്ലാം പോട്ടെ, ഇന്നേ വരെയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇങ്ങനത്തെ വസ്ത്രമൊന്നും ഇട്ടിട്ട് നടന്നിട്ടുമില്ല, ഇനി നടക്കുകയില്ല. മോളെ ഇങ്ങനത്തെ ഒന്നും ഇടണ്ട. മമ്മി പറയുന്നത് മോളുടെ നല്ലതിന് വേണ്ട. ആൾക്കാരുടെ കണ്ണ് നോക്കി അപ്പോൾ ഓരോരോ സ്ഥലത്താ പോവാ. ഇതെന്താ ഇത്, ഇങ്ങനെ ചാടിക്കിടക്കുവാ. നോക്ക്, എന്റെ ഭർത്താവില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട, കേട്ടല്ലോ? ഓ അങ്ങനെ. നിനക്കെന്താ ഉണ്ടാക്കാൻ അറിയുന്നേ? എന്നാ എന്തേലും വെച്ച് ഉണ്ടാക്ക് കേട്ടോ. നിനക്ക് അറിയുന്ന എന്തേലും ഉണ്ടാക്ക് കഴിക്കാൻ. ഓ അങ്ങനെ വസ്ത്രത്തിന്റെ പ്രശ്നം കഴിഞ്ഞോ? ഞാൻ ഉണ്ടായിക്കോളാം അമ്മേ. അമ്മ പോയിക്കോ. ടാറ്റാ, ഉമ്മ. ഞാൻ എന്തുണ്ടാക്കാനാ അമ്മ ഉദ്ദേശിച്ചത്? എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ നൂഡിൽസ് ഇല്ല. ഓക്കെ, ഒരു മുട്ട എടുത്ത് പൊരിക്കാൻ അറിയാം. അതിന് മുട്ടയില്ല. മുട്ട ഉണ്ടെങ്കിൽ പൊരിച്ചിട്ടും പുഴുങ്ങിയിട്ടും കൊടുക്കാം, പക്ഷെ അതിന് മുട്ടയില്ല. ചായ വെക്കാൻ അറിയാം, എന്നാ അതിൽ കടുപ്പ് എത്ര വേണം, മധുരം എത്ര വേണം എന്നറിയില്ല. അപ്പോ ഞാൻ എന്തുണ്ടാക്കാനായിരിക്കും അമ്മ ഉദ്ദേശിച്ചത്? ഡൗട്ട് ഉണ്ടെങ്കിൽ അമ്മയോട് തന്നെ ചോദിക്കണം. അങ്ങനെയാണല്ലോ എൻ്റെ അമ്മ പറഞ്ഞത്. നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ അമ്മയോട് ചോദിക്കണം. അപ്പം പോയി ചോദിക്കാം. ഇനി തല്ല് കിട്ടും? ഇല്ല. പോയി നോക്കാം. അമ്മേ, കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എനിക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന സാധനത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇവിടെ ഇല്ല. ഷെടാ, ഞാൻ അയാളോട് പറഞ്ഞതാ എല്ലാ സാധനവും വാങ്ങിക്കൊണ്ട് വെക്കാൻ. എന്താ മോക്ക് ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത പറ. എന്റെ ശാന്തമ്മേ, മാഗിക്ക് മാഗിയില്ല, മുട്ടക്ക് മുട്ടയില്ല. ചായ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ അതിന് ഇടാവുന്ന വിധവും അറിയത്തില്ല. ബാക്കി പിന്നെ എനിക്ക് എന്തറിയാന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അമ്മ പറഞ്ഞു നിനക്കറിയാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കുന്നു. എനിക്കറിയാവുന്നത് ഉണ്ടാക്കാൻ വെച്ച് കിച്ചണിൽ നോക്കിയപ്പോൾ എനിക്കറിയാവുന്നത് സാധനത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഇല്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതെല്ലാം പോട്ടെ, ഞാൻ വേണമെങ്കിൽ സൈഡിൽ ഇരുന്ന് ഹെൽപ്പ് ചെയ്യാം. അത് മതിയോ? എൻ്റെ പൊന്നു മോളെ, ഗർഭിണികളായാലേ ഈ ചാട്ടവും തുള്ളവും ശരീരം മൊത്തം ഇളക്കൊക്കെ വേണം. എന്നാലേ നല്ല സുഖത്തിൽ അങ്ങ് പ്രസവിക്കാൻ പറ്റും. ഏത് ആകൽമാരാൽ പറഞ്ഞല്ലോ, അതുപോലെയല്ല ഈ പഴയ ആൾക്കാർ പറഞ്ഞ പോലെ സുഖപ്രസവത്തിൽ പ്രസവിക്കാൻ കഴിയും. എന്നുവെച്ചാൽ സുഖമൊന്നും കിട്ടത്തില്ല, പക്ഷെ ഒരു ഉഷാറിൽ പ്രസവിക്കാൻ കഴിയും. മമ്മി ഉദ്ദേശം മനസ്സിലായല്ലോ? ഏത് അത്. അപ്പം ഞാൻ ഒരു കാര്യം പറയാം. മോള് തൽക്കാലം ഒന്ന് ഇവിടെ എല്ലാം ഒന്ന് അടിച്ചു വാരി കേട്ടോ. അത് മാത്രം ചെയ്തിട്ട് ആ സോഫയിൽ ഇരിക്കുക, TV തുറക്കുക, എന്തെങ്കിലും തിന്നാ അവിടെ ഇരിക്കുക. ബാക്കി പണിയൊക്കെ അമ്മ നോക്കിക്കോളാം. അന്നാ ഞാൻ വല്ല ഉപ്പേരിക്ക് എന്തെങ്കിലും മുറിച്ചു തരണോ? അല്ല, അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന കാണുമ്പം എനിക്കെന്തോ വല്ലാത്ത വിഷമം വരുന്നു. വേണ്ട വേണ്ട വേണ്ട, കഴിഞ്ഞ ദിവസം തന്നെ നീ ഉപ്പേരി മുറിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത് തന്നെ മതി. ത്രികോണം, വട്ടം, നക്ഷത്രം ഉള്ള എല്ലാ ഷേപ്പും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ പൊന്നു മോളിൽ പണിക്കൊന്നും നിൽക്കണ്ട, അവിടെ ഇരുന്ന് TV കണ്ടോ, അമ്മ എല്ലാം ചെയ്തോടാം. അമ്മേ, മോട്ടറിൽ എന്താ വെള്ളം ഇല്ലാത്തത്? ഓ, മോട്ടർ വെടുക്കായ കാര്യം എൻ്റെ പൊന്നുമോനപ്പം അറിയില്ലായിരുന്നോ? അത് സാരില്ല, എന്നാ നീ കുളിക്കണ്ട. നിന്റെ പെണ്ണ് കുളിച്ചിട്ട് 2 ദിവസമായി. അമ്മ, ഞാൻ മേല് കഴുകി. ഓ, തല മാത്രം നനക്കാണ്ട് ശരീരം നനച്ചതാണല്ലോ ഇത്ര വലിയ കാര്യം. ഓ മോനെ, നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ ഭാര്യ എന്തായാലും ഒരാഴ്ചൻ്റെ അടുത്തായി തല നനച്ചിട്ട് ആ തലേന്നൊരു തുള്ളി വെള്ളം ഊറുന്ന കാണാൻ എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു അറിയോ? പക്ഷെ അതൊന്നും നിന്റെ നടക്കത്തില്ല. അതെല്ലാം പോട്ടെ, നിനക്ക് അത്രക്കും കുളിക്കണം നിർബന്ധമാണെങ്കിൽ അല്ല, വെള്ളം എന്തായാലും ഇല്ലല്ലോ, നീ മറ്റേ കിണറ്റിൽ നിന്ന് പോയി എടുത്തോ. ഞങ്ങളെ യൂസാക്കി എടുത്തിട്ട് അത്ര തന്നെ. അതെനിക്ക് അമ്മ എടുത്തന്നു. അത് വയറ്റിലൊരു കുഞ്ഞു ശാന്തനെ പോലത്തെ ഒരു സുന്ദരി മോൾ ഉണ്ടാവും, അതുകൊണ്ട്. അല്ലെങ്കിൽ തന്നെ പോയി എടുക്കേണ്ടി വരുമായിരുന്നു. ബെസ്റ്റ്. പപ്പ, വീക്കുട്ടന് എന്നെക്കാട്ട് കൂടുതൽ 2 മാർക്കാ കൂടിയത്. അതിനവൻ എന്നോട് പറയും അവൻ വലിയ പഠിപ്പിയാ, നീ പഠിക്കൂല, നീ തോറ്റു പോകും, അവൻ പഠിച്ച് വലുതായ വലിയ ഡോക്ടർ ആവുന്നൊക്കെ. നോക്ക് കുക്കി, വേക്കുട്ട് എനിക്ക് എത്ര മാർക്ക് വേണേലും കിട്ടിക്കോട്ടെ, എന്നെ എൻ്റെ കുക്കി മോളെ പപ്പ ഇപ്പോഴേ ഡോക്ടറായിട്ട് ഉറപ്പിച്ചു. എൻ്റെ കുക്കി ഡോക്ടർ. പപ്പ,
എന്റെ ടാബ് വെടക്കായി പപ്പ. ടാബിൽ ഫുള്ള് ബ്ലാക്ക് സ്ക്രീൻ ആയി പോയി. അയ്യോ അത് കുഴപ്പമില്ല, പപ്പ പുതിയ ടാബ് വാങ്ങിത്തരാം കേട്ടോ. പക്ഷെ ടാബ് നിനക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്? പഠിക്കാൻ വേണ്ടിയിട്ട്. ഗെയിമൊക്കെ ഓക്കെ, എന്നാൽ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ മോളെ വെറുതെ നീ പറഞ്ഞ് വിഷമിപ്പിക്കരുത് കേട്ടോ. ഒന്നില്ലെങ്കിൽ അത് നിന്റെ കൂടെ പിറപ്പല്ലേടാ. അച്ഛാ, തേക്കുട്ടനിക്ക് അപ്പിയിടണം. പപ്പ, പപ്പ വീക്കുട്ടൻ എനിക്ക് ടാബ് തരുന്നില്ല. പപ്പ വെറുതെ പറയാ വെടക്കായത്, ഞാൻ കളിക്കുന്നത് കൊണ്ട്. അല്ലടാ ജിയോടോ, അതൊന്നും അല്ല. ശരിക്കും ടാബിന്റെ സ്ക്രീൻ അടിച്ചു പോയി വാവേ. ഈ 4 കൂടെ എൻ്റെ ഉപ്പാടളക്കു തോന്നുന്നുണ്ട്. അപ്പോളേ കുക്കി പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. പക്ഷെ അത് മാത്രമല്ലല്ലോ, ഇനിയിപ്പം റൂമിൽ പോയാ അതിനെ കൂടി ഞാൻ പിടിക്കണ്ടേ? ഹാ, പരാതിയെല്ലാം കേട്ടപ്പോ സമാധാനമായിട്ടുണ്ടാവില്ലേ? ഇത് തന്നെ ഞാൻ കേൾക്കുന്നത്. നിങ്ങൾ ജോലിക്ക് പോകുമ്പോ ഞാൻ ഇതും കേട്ട് ഇവിടെ കുത്തിരിക്കുക. എന്ത് കഷ്ടമാണെന്നറിയോ? ഇവരൊക്കെ നഴ്സറിയിലും സ്കൂളിലൊക്കെ പറഞ്ഞു വിടുമ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നത്. പിന്നെ ഇപ്പൊ ഉള്ളത് സത്യം പറയാലോ, ഒട്ടും വയ്യട്ടോ എന്നെ കൊണ്ട്. നടുവും പോയി. ഇതിനെ കൊണ്ട് എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഏത് നേരം നോക്കിയാലും കരച്ചില്. ഇപ്പൊ എന്തൊക്കെയോ രീതിക്ക് ഞാൻ കരച്ചിലൊന്ന് അടക്കി വെച്ചിട്ടേക്കുവാ. എടി, ഒന്നില്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹമല്ലേ? ഓ പിന്നെ നിങ്ങൾ കയറി ഉണ്ടാക്കാണ്ട് ദൈവം അങ്ങനെ അനുഗ്രഹിക്കൊന്നുമില്ല. 2 പ്രാവശ്യം ട്വിൻസ് വന്ന്, ഇത് ഒറ്റക്ക് വന്ന്. ഇനിയില്ല, ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഈ പ്രസവം നിർത്താൻ പോവാ. മനുഷ്യന്റെ ഊപ്പാടിളക്കി. മതി മതി മതി, നമ്മളെപ്പോലത്തെ സന്തുഷ്ടായ കുടുംബം ഇനി വേറെ ഈ ലോകത്തുണ്ടാവോടി? ഒരിക്കലും ഇല്ല.